ഹലോ ഡിയേഴ്സ്. MA ഹിസ്റ്ററി സെക്കൻഡ് ഇയറിലെ MHI 08 ഹിസ്റ്ററി ഓഫ് ഇക്കോളജി ആൻഡ് എൻവയൺമെൻറ്റ് ഇന്ത്യ എന്ന ഈ ഒരു പേപ്പറിൽ നമുക്ക് ഡിസംബറിലെ എക്സാമിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് നാച്ചർ ഹ്യൂമൻ ഇൻ്റർഫേസ്, ഈ ഒരു യൂണിറ്റ് മുഴുവനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഡിഫൈനിങ് നേച്ചർ, ലൊക്കേറ്റിംഗ് മാൻ, അതുപോലെ നേച്ചർ ഹ്യൂമൻ ഇൻ്റർഫേസ് ചേഞ്ചിങ് കൺസേൺ. നേച്ചർ ഹ്യൂമൻ ഇൻ്റർഫേസ് കൺസേൺ അത് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിന് ഈ ഒരു ചാപ്റ്റർ നമുക്ക് മുഴുവനായിട്ടൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യേണ്ടി വരും. അപ്പം ഇത് മുഴുവനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക. ഇനി സെക്കൻഡ് യൂണിറ്റ് ഇന്ത്യൻ ലാൻഡ്സ്കേപ്സ്. ഈ യൂണിറ്റിൽ നമ്മൾ ഏതൊരു യൂണിറ്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ ഇൻട്രൊഡക്ഷനും അതുപോലെ സമ്മറിയും, ഇത് മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും അത് റീഡ് ചെയ്തിട്ട് പോകണം. പിന്നെ ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതിൽ ദ ഹിമാലയാസ്, പ്ലെയിൻസ് ഓഫ് നോർത്തേൺ ഇന്ത്യ, ദ ഇന്ത്യൻ പ്ലാറ്റു, ദ കോസ്റ്റൽ ലോലാൻഡ്സ്. ഫിസിക്കൽ ഫീച്ചേഴ്സ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്രയും ഈ 4 പോയിൻറ്റ്സും അടങ്ങിയിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ഇനി അല്ലാതെ ഷോർട്ടേഴ്സൊക്കെ ആയിട്ട് ദ ഹിമാലയാസ്, അതുപോലെ ദ ഇന്ത്യൻ പ്ലാറ്റു, ദ കോസ്റ്റൽ ലോലാൻഡ്സ് അങ്ങനെയും വന്നിട്ടുണ്ട്. അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് ഹിമാലയാസ് ഷോർട്ട് എസ്സേ അല്ലാതെ ലോങ് എസ്സേ ആയിട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെർസെപ്ഷൻ ഓഫ് ലാൻഡ്സ്കേപ്സ്. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻ തേർഡ് യൂണിറ്റ് സോഴ്സ് ഓഫ് സ്റ്റഡി. ഈ ഒരു യൂണിറ്റ് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ലിറ്ററേച്ചർ അല്ലെങ്കിൽ റൈറ്റിങ്സ്, ഈ എൻവയൺമെൻറ്റൽ ആൻഡ് ഇക്കോളജിയുടെ ഹിസ്റ്ററിയെ കുറിച്ചുള്ള റൈറ്റിങ്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ റൈറ്റിങ്സ് എന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടിട്ട്, അപ്പോൾ നമുക്ക് അതിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റ് മുഴുവനായിട്ട് പഠിക്കണം. ഇതിലാകെ ഒറ്റൊരു ഘടന സർവേ ഓഫ് ലിറ്ററേച്ചർ, മെത്തഡോളജീസ്, കൊളോണിയൽ പീരീഡ്, പ്രീ കൊളോണിയൽ പീരീഡ്. പിന്നെ റൈറ്റിങ്സിന് വരുന്നത് കൊളോണിയൽ പീരീഡിലുള്ള റൈറ്റിങ്സ് എങ്ങനെയാണ്, പ്രീ കൊളോണിയൽ പീരീഡിലുള്ള റൈറ്റിങ്സ് എങ്ങനെയാണ്, അങ്ങനെയും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ഫോർത്ത് യൂണിറ്റ് റിസോഴ്സ് യൂസ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റീസ്. ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാച്ചർ ഓഫ് റിസോഴ്സ് ആൻഡ് സോഷ്യൽ യൂസ്. പിന്നെ അതിൽ ഷോർട്ടേഴ്സ് ആയിട്ട് റിന്യൂവബിൾ റിസോഴ്സ്, അതുപോലെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഷോർട്ടേഴ്സ് ആയിട്ട് വരാറുണ്ട്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിസോഴ്സ് യൂസ് പ്രാക്ടീസസ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ്, പ്രീ അഗ്രികൾച്ചർ ഇമ്പാക്റ്റ് ചോദിക്കാം. ഇതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പിന്നെ അതുപോലെ അഗ്രികൾച്ചറൽ ഇമ്പാക്റ്റ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഫിഫ്ത്ത് യൂണിറ്റ് ഹണ്ടിങ് ഗ്യാതറിങ്. ഇതിൽ മുഴുവനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് നോക്കാനുള്ള അങ്ങനെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നാച്ചർ ഓഫ് എവിഡൻസ്, അതുപോലെ ജിയോഗ്രഫിക്കൽ സ്പ്രെഡ്, റീജിയണൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റ് മുഴുവനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ ഒരു യൂണിറ്റ് ഫുൾ കവർ ചെയ്താലേ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി സിക്സ്ത് യൂണിറ്റ് നൊമാഡിക് പാസ്റ്ററലിസം. ഈ ഒരു യൂണിറ്റിൽ എമർജൻസ് ഓഫ് പാസ്റ്ററലിസം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നൊമാഡിക് പാസ്റ്ററലിസം ആൻഡ് സെറ്റിൽഡ് കമ്മ്യൂണിറ്റീസ്, ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി സെവൻത്ത് യൂണിറ്റ് ഒറിജിൻസ് ഓഫ് അഗ്രികൾച്ചർ. ഈ ഒരു യൂണിറ്റ് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒറിജിൻ ഓഫ് അഗ്രികൾച്ചർ എസ്സേയൊക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഒറിജിൻ ഓഫ് അഗ്രികൾച്ചർ സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ നിയോലിത്തിക് റെവല്യൂഷൻ, അതൊരു ക്വസ്റ്റ്യനായിട്ട് ഷോർട്ട് എസ്സേ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഏർലി അഗ്രികൾച്ചറൽ റീജിയണൽ ഡിസ്പേഴ്സൽ, ഇതൊരു ലോങ് എസ്സേ ക്വസ്റ്റ്യനാണ്. ഇതിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് ബലൂചിസ്ഥാനുണ്ട്, ഇൻഡസ് സിസ്റ്റം,
നോർത്തേൺ വാലീസ്, ഈസ്റ്റ് പെനിൻസുലാർ ഇന്ത്യ. അതുപോലെ ഏർലി അഗ്രികൾച്ചർ ആൻഡ് എൻവയൺമെൻറ്റ്. ഇത്രയാണ് ഇതിൽ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി 8th യൂണിറ്റ് റിവർ വാലി സിവിലൈസേഷൻ. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഫസ്റ്റ്ലി നോക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ മസ്റ്റായിട്ട് റീഡ് ചെയ്യണം. പിന്നെ ദ ആൻറ്റിസിഡൻസ്, അതുപോലെ ദ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് അത് വന്നിട്ടുണ്ട്. ഇൻഡസ് അഗ്രികൾച്ചർ, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇൻഡസ് അഗ്രികൾച്ചർ. ഇൻ 9th യൂണിറ്റ് അഗ്രികൾച്ചറൽ ഡിഫ്യൂഷൻ ആൻഡ് റീജിയണൽ സ്പെസിഫിറ്റീസ്. ഈ ഒരു യൂണിറ്റിൽ അഗ്രോ പാസ്റ്ററലിസം ഇൻ കൽക്കോലിത്തിക് കൾച്ചർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെക്കൻഡ് അർബനൈസേഷൻ ആൻഡ് കോംപ്ലക്സ് സ്റ്റേറ്റ് സൊസൈറ്റീസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏർലി ഇന്ത്യ ഇറിഗേഷൻ, റെക്ലമേഷൻ ആൻഡ് ഫേസ്ഡ് ഫോർമേഷൻ. ഇവിടെ ഇറിഗേഷൻ പാറ്റേൺസ് അങ്ങനെ ഒരു ഷോർട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അല്ലാതെ ഏർലി ഇന്ത്യയിലെ ഇറിഗേഷൻ അങ്ങനെ ലോങ് ആയിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ സിറ്റുവേഷൻ ഇൻ മെഡീവൽ പീരീഡ്, അഗ്രികൾച്ചറൽ ഇറിഗേഷൻ്റെത് മെഡീവൽ പീരീഡിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 10th യൂണിറ്റ് അഗ്രികൾച്ചറൽ ഡിഫ്യൂഷൻ ആൻഡ് റീജിയണൽ സ്പെസിഫിറ്റീസ്, അഗ്രോ പാസ്റ്ററൽ ഇക്കോണമി, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തമിഴകം ഇക്കോളജി, ഇക്കോ എൻവയൺമെൻറ്റൽ സെറ്റിംഗ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. തമിഴകം ഇക്കോ എൻവയൺമെൻറ്റൽ സെറ്റിംഗ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യന് വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ തമിഴകം സംഘം ലിറ്ററേച്ചർ ആൻഡ് ദി ഇക്കോളജിക്കൽ കൺസെപ്റ്റ് ഓഫ് തിണായ്, ഇക്കോളജിക്കൽ കൺസെപ്റ്റ് ഓഫ് തിണായ് എന്നിട്ടുള്ള ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ആൻഡ് അഗ്രികൾച്ചർ, അതുപോലെ ഏർലി മെഡീവൽ അഗ്രേറിയൻ ഡെവലപ്മെൻറ്റ്സ്, അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അത് മെഡീവൽ അഗ്രേറിയൻ ഡെവലപ്മെൻറ്റ്സ് സൗത്ത് ഇന്ത്യയിൽ ചോദിച്ചിട്ടുണ്ട്. 11th യൂണിറ്റ് എനർജി റിസോഴ്സസ്, ഇതിൽ നമുക്ക് ഫോംസ് ഓഫ് എനർജി, അതുപോലെ കൺസർവേഷൻ വന്നിട്ടുണ്ട്. എനർജി കൺസപ്ഷൻ ഹിസ്റ്റോറിക്കൽ പാറ്റേൺ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 12th യൂണിറ്റ് വാട്ടർ റിസോഴ്സസ്, ഇവിടെ വാട്ടർ ആസ് എ റിസോഴ്സസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതുപോലെ റിസോഴ്സ് യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളത് വാട്ടർ റൈറ്റ്സ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 13th യൂണിറ്റ് ഫോറസ്റ്റ് റിസോഴ്സസ്, ഇവിടെ ഫോറസ്റ്റ് ഇൻ ഹിസ്റ്ററി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുപോലെ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻസ്, പിന്നെ അതുപോലെ കൺസർവേഷൻ പ്രാക്ടീസസ്, ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ യൂണിറ്റും ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റൽ ആൻഡ് മിനറൽ റിസോഴ്സസ് യൂണിറ്റ് 14, യൂണിറ്റ് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് മെറ്റൽ റിസോഴ്സസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് മെറ്റൽസ് ഇൻ വേൾഡ് ഇൻ ഇന്ത്യ, സെപ്പറേറ്റ് ആയിട്ടും വരാറുണ്ട്, അല്ലാതെ കോമൺ ആയിട്ടും അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. മിനറൽ റിസോഴ്സ്, ഇതിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ചേഞ്ച്ഡ് ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് പാറ്റേൺസ് ഓഫ് എ മാൻ ഇൻ മേജർ വേ, കമൻറ്റ്. ഇതൊരു ക്വസ്റ്റ്യനാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ഈ ഒരു യൂണിറ്റ് മുഴുവനായിട്ട് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സമ്മറൈസേഷൻ രൂപത്തിൽ സ്ട്രക്ചറലി ഇൻട്രൊഡക്ഷനും അതുപോലെ കണ്ടൻറ്റ് സമ്മറി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി 15th യൂണിറ്റ് മാൻ നേച്ചർ റിലേഷൻഷിപ്പ്, ഇവിടെ മാൻസ് പ്ലേസ് ഇൻ നേച്ചർ, അതുപോലെ സൃഷ്ടി, യൂണിവേഴ്സ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്, ഇത് ഇമ്പോർട്ടൻ്റ്. ഇതിൽ സൃഷ്ടി അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ യൂണിവേഴ്സ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്, ഈ നെയിമിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സൃഷ്ടി ഷോർട്ടേജ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പോപ്പുലർ ആൻഡ് ക്ലാസിക്കൽ ട്രഡീഷൻസ്, റെപ്രസെൻറ്റേഷൻസ് ഓഫ് എൻവയൺമെൻറ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ പൊല്യൂഷൻ, ഇനി പൊല്യൂഷന് നമുക്ക് പൊല്യൂഷൻ മാത്രം ആയിട്ട് വരാറുണ്ട്. പൊല്യൂഷൻ ട്രഡീഷണൽ കൺസേൺ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ പ്രദൂഷണ, ഇനി അങ്ങനെയും
ആയിട്ട് വരാം. പ്രദൂഷണം എന്ന് പറയുമ്പോഴും പൊല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ടേംസുകളൊക്കെ നല്ല ഓർത്ത് വയ്ക്കുക. 16th യൂണിറ്റ് കൺസർവേഷൻ ത്രൂ എയ്ഡ്സ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ വ്യൂ ഓഫ് കൺസർവേഷനും അതുപോലെ കൺസർവേഷൻ പ്രാക്ടീസസ് ഇൻ ഹിസ്റ്ററി, ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി 17th യൂണിറ്റ് ട്രാൻസിഷൻസ്. ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്രിസ്ത്യൻ വിഷൻ ഓഫ് എൻവയോൺമെൻറ്റും അതുപോലെ റപ്ചേഴ്സ് ഇൻ ദ ട്രഡീഷണൽ വ്യൂസ്, ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. 18th യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻവയോൺമെൻറ്റ്. ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻഡസ്ട്രിയലിസം, എൻവയോൺമെൻറ്റൽ ഡിസ്കോഴ്സ്, കൊളോണിയലിസം, എൻവയോൺമെൻറ്റൽ ഡിസ്കോഴ്സ്. 19th യൂണിറ്റ് എൻവയോൺമെൻറ്റൽ അജണ്ട. ഈ ഒരു യൂണിറ്റിൽ കൊളോണിയൽ എൻവയോൺമെൻറ്റൽ അജണ്ട, അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. 20th യൂണിറ്റ് റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫോറസ്റ്റ്. ഈ ഒരു യൂണിറ്റ് 2 ഭാഗമായിട്ടാണ്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി, അങ്ങനെയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ പാർട്ട് എ ആണ് നമ്മളോട് ചോദിക്കുന്നത് ദ പ്രീ കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ കൊളോണിയൽ പീരീഡ്. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ റീസെൻറ്റ് ഡിബേറ്റ്സ് കണ്ടിട്ടുണ്ട്. ഇനി പാർട്ട് ബിയിൽ ഫോറസ്റ്റ് പോളിസീസ്, എ പൊളിറ്റിക്കോ ലീഗൽ അനലൈസിസ്. ഈ ഒരു ക്വസ്റ്റ്യനോ ഫോറസ്റ്റ് പോളിസീസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് പോളിസീസ് കമ്പയർ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കമ്പയർ ആൻഡ് സിമിലാരിറ്റീസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫോറസ്റ്റ് പോളിസീസ്, കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ട് ഫോറസ്റ്റ് പോളിസീസ്, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് പോളിസീസ്, അങ്ങനെ സെപ്പറേറ്റും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിൽ നമ്മളെ ഫോറസ്റ്റ് പോളിസീസിൽ നാഷണൽ ഫോറസ്റ്റ് പോളിസീസ് 1988, ഇതൊരു ഷോർട്ട് എസ്സേക്കായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 21th യൂണിറ്റ് റിസോഴ്സ് മാനേജ്മെൻറ്റ് വാട്ടർ. ഇതിൽ സിറ്റുവേറ്റിംഗ് വാട്ടർ റിസോഴ്സസ് കൊളോണിയൽ പീരീഡ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് വരുന്നതാണ്. ഇതിൽ നാഷണൽ വാട്ടർ പോളിസി 2002, ഇങ്ങനൊരു ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ദ ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്, അതുപോലെ ഇൻ്റർലിങ്കിങ് റിവേഴ്സ്, ദ നാഷണൽ വാട്ടർ ഗ്രിഡ് ഇന്ന് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ ബിഗ് ഡാം വേഴ്സസ് സ്മോൾ ഡാംസ്, ഫ്ലഡ് കൺട്രോൾ വേഴ്സസ് ഫ്ലഡ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഷോർട്ട് എസ്സേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. 22nd യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസേൺ. ഈ ഒരു യൂണിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസേൺ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സിൽ ഡീപ്പ് ഇക്കോളജിയും അതുപോലെ സോഷ്യൽ ഇക്കോളജി, ഇത് രണ്ടും ഷോർട്ട് എസ്സേക്കായി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഡീപ്പ് ഇക്കോളജി അങ്ങനെ ഷോർട്ട് എസ്സേ ആയിട്ട് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ ഇക്കോളജി അത് വേറെ ക്വസ്റ്റ്യനായിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ്ഡായിട്ട്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് ഇങ്ങനെയും ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി 23rd യൂണിറ്റ് ബയോഡൈവേഴ്സിറ്റി. ഇവിടെ ബയോഡൈവേഴ്സിറ്റി മീനിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അതുപോലെ ഇന്ത്യാസ് ബയോഡൈവേഴ്സിറ്റി. ഇതിൽ ഇന്ത്യാസ് ബയോഡൈവേഴ്സിറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മെഗാ ഡൈവേഴ്സിറ്റി, ആ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷൻ ആൻഡ് കൺസർവേഷൻ. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു യൂണിറ്റ് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഡിപ്ലീഷൻ ആൻഡ് കൺസർവേഷൻ, അല്ലെങ്കിൽ ഈ യൂണിറ്റിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. അതല്ലെങ്കിൽ കൺസർവേഷന്. പിന്നെ അതുപോലെ ഷോർട്ട് എസ്സേ ആയിട്ട് വരാറുള്ളതാണ് എക്സിറ്റു കൺസർവേഷനും ഇൻസിറ്റു കൺസർവേഷനും, ഇതും ചോദിക്കാറുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് തോന്നുന്നു പീപ്പിൾസ് ഇനീഷ്യേറ്റീവ്, ആ ഒരു കോൺസെപ്റ്റ്. അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വേരിയസ് ഗ്ലോബൽ കൺവെൻഷൻസ് ഓൺ ബയോഡൈവേഴ്സിറ്റി.
ബയോഡൈവേഴ്സിറ്റിയുടെ ഗ്ലോബലായിട്ടുള്ള കൺവെൻഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അതിൽ ചിലപ്പം പീപ്പിൾ ഇനീഷ്യേറ്റീവ് എന്നുള്ള സെപ്പറേറ്റ് ക്വസ്റ്റ്യനായിട്ട് വരാം. അപ്പം ഈ ഒരു യൂണിറ്റ് ആരും സ്കിപ്പ് ചെയ്ത് മസ്റ്റായിട്ട് റീഡ് ചെയ്യാം. ഇതിൽ നിന്ന് എങ്ങനെ തല തിരിച്ചിട്ടാലും നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് ഈ ഒരു യൂണിറ്റ് മസ്റ്റാണ്. ഓക്കെ, 24th യൂണിറ്റ് എൻവയൺമെൻറ്റൽ റിസോഴ്സസ് ആൻഡ് പാറ്റേൺ. ഇവിടെ കൺവെൻഷൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതുപോലെ ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇതൊരു ക്വസ്റ്റ്യൻ, ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ കൺട്രാഡിക്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ഇതിൽ CBD അങ്ങനെ ചോദിക്കാം. അതുപോലെ ഇവിടെ ആൻ ഓവർവ്യൂ എന്നുള്ള ആ ഒരു ടോപ്പിക്കും കൂടെ നോക്കുന്നത് നല്ലതാണ്. നമുക്ക് ചിലപ്പോൾ CBDനെ കുറിച്ചും അതുപോലെ ട്രിപ്സിനെ കുറിച്ചും ചോദിക്കുന്ന സമയത്ത് ഇവിടെയും നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഓവർവ്യൂ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക് കൂടി പഠിക്കുമ്പോൾ നമുക്ക് അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതാനായിട്ട് ഹെൽപ്ഫുള്ളാവും. ഇൻ 25th യൂണിറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ഇവിടെ ഡെവലപ്മെൻറ്റ് ഗാന്ധിയൻ ഓൾട്ടർനേറ്റീവ്സ്, അതുപോലെ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ, ചിപ്കോ മൂവ്മെൻറ്റ്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഒന്നുകിൽ ഈ ഗാന്ധിയൻ ഓൾട്ടർനേറ്റീവ്സ് ചോദിക്കും, അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെൻറ്റ്സ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ഈ ഒരു രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട്. അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റും അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഗാന്ധിയൻ ഓൾട്ടർനേറ്റീവ്സും. ഈ യൂണിറ്റ് സ്കിപ്പ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ട് റീഡ് ചെയ്തിട്ട് പോകാം. ഇൻട്രൊഡക്ഷനും പിന്നെ നിങ്ങൾ ഏത് യൂണിറ്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇൻട്രൊഡക്ഷനും സമ്മറിയും സ്കിപ്പ് ചെയ്യാതെ വായിക്കാം. കാരണം അത് നമുക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് സമ്മറി ഇൻട്രൊഡക്ഷനും വായിക്കുമ്പോഴേ നമുക്ക് ആ ഒരു യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിലും എന്താണ് ആ ഒരു യൂണിറ്റ് എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം അത് സമ്മറി ഇൻട്രൊഡക്ഷൻ മസ്റ്റായിട്ട് റീഡ് ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ടോപ്പിക്സ്. മസ്റ്റായിട്ട് ഈ ടോപ്പിക്സ് റീഡ് ചെയ്ത് പോവുക. ഇതിൽ നിന്ന് മാത്രം ആയിരിക്കും ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിലപ്പുറം ഇത്രയും ഒരു പ്രീവിയസ് ഒരു 5-6 വർഷത്തിൽ ഇത്രയും ടോപ്പിക്സ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മാത്രം പഠിച്ച് പോയാൽ തന്നെ ഒരു 80 and above ഒക്കെ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എഴുതുന്നിടത്താണ് പിന്നെ നമുക്ക് സ്കോർ കിട്ടുന്നത്. എങ്ങനെ ആയാലും ഈ ഒരു ടോപ്പിക്സ് പോയാൽ നിങ്ങൾക്ക് പാസ് മാർക്കിൽ കൂടുതൽ കിട്ടും. ഒരു 50 അല്ലെങ്കിൽ ഒരു 60 ഒരു നോർമൽ ലെവലിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കിപ്പം ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്കൊരു 5 അല്ലെങ്കിൽ 6-7 പേജൊക്കെ ആൻസർ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ എത്രത്തോളം എഴുതി പിടിപ്പിക്കുന്നു, എത്രത്തോളം കണ്ടൻറ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടാണല്ലോ നമുക്ക് മാർക്ക് തരുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവരും ഇത് മുഴുവനായിട്ട് ഈ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാതെ റീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യനിൽ 5 നമുക്ക് എഴുതാനുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസിന് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അഥവാ പഠിക്കാത്ത ഏതെങ്കിലും